Hi friends, welcome back to our channel. അപ്പോൾ നമ്മുടെ പാർട്ട് 7 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 7 തൊട്ട് നമ്മളുടെ ഇലക്ട്രിക് കൺവേർഷനും അതുപോലെ മോഡിഫിക്കേഷനും സ്റ്റാർട്ട് ചെയ്യാണ്. ഇലക്ട്രിക് കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. അതായത് ഇതൊരു ഡിസ്ക്ലൈമർ എന്നുള്ള രീതിക്ക് തന്നെ കൂട്ടിയാൽ മതി. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ പോലെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ നിങ്ങളോട് സൂചിപ്പിക്കാം. ഇനി നിങ്ങൾക്കിത് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയൊരു കാര്യം കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കാം. മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് കമ്പനി പറയുന്ന അല്ലെങ്കിൽ കമ്പനി പുറത്തിറക്കുന്ന വാഹനങ്ങളിൽ നട്ട് ബോൾട്ട് മുതൽ ബോഡി ഷേപ്പ് മാറ്റുന്നത് വരേക്കും മോഡിഫിക്കേഷനാണ്. അപ്പോൾ അവർ തരുന്ന സ്പെസിഫിക്കേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം മാറ്റിയാലും മോഡിഫിക്കേഷൻ ആയിട്ട് തന്നെയാണ് കൂട്ടുക. മിറർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് ആയിക്കോട്ടെ, ഇൻഡിക്കേറ്റർ ആയിക്കോട്ടെ, എന്താണെങ്കിലും മോഡിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ജിപ്സിയിലൊക്കെ സ്റ്റോർക്കിൽ വെക്കുന്നത്, ടയർ മാറ്റുന്നത്, ടയർ ബോഡിയുടെ ഉള്ളിലാണല്ലോ നിൽക്കുന്നത്, അല്ലെങ്കിൽ അലുവിൽ ബോഡിയുടെ ഉള്ളിലാണല്ലോ നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ മോഡിഫിക്കേഷൻ ആയിട്ട് തന്നെയാണ് വരിക. അപ്പോൾ അതിന് എഴുതാൻ എല്ലാവർക്കും ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കാം. ഞാനിത് ഈ ഒരു വീഡിയോയിൽ പറയാൻ കാരണം നമ്മളുടെ ബജാജ് ചേതക്ക് ഇലക്ട്രിക് കൺവേർഷൻ പ്രോജക്റ്റ് സത്യത്തിൽ ഇല്ലീഗലാണെന്ന് പറയാൻ കാരണം അവർ തരുന്ന സ്പെസിഫിക്കേഷനിൽ നിന്ന് അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനിൽ നിന്ന് നമ്മൾ ഇലക്ട്രിക്കിലേക്ക് കൺവേർഷൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രൊജക്റ്റ് എന്നുള്ള രീതിക്ക് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. എനിക്ക് ഈ വാഹനം റോഡിൽ കൂടെ ഓടിച്ച് കിലോമീറ്റർ കണക്കിന് ഓടിച്ച് നടക്കണം എന്നുള്ള ഒരാഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നീട് ഒരു വാഹനം നിങ്ങൾ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് A to Z നിങ്ങൾ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അതിൻ്റെ കമ്പനി അല്ലെങ്കിൽ നിങ്ങളാണ് അതിൻ്റെ മാനുഫാക്ചർ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അത് ചെയ്യാം. അങ്ങനെയാണ് നിയമവശം കിടക്കുന്നത്. അപ്പോൾ അതിന് ARI അപ്രൂവൽ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിയമവശം എന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നിങ്ങൾ വാഹനം ഉണ്ടാക്കുക, നിങ്ങൾ ഓടിക്കുക. കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാക്കാൻ വളരെ സുഖമാണ് എന്നുള്ളത് ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം മറ്റു വാഹനങ്ങളുടെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു ഇലക്ട്രോണിക്സ് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ A to Z നിങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്ത് എടുക്കാൻ പറ്റും എന്ന കാര്യം ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നീട് നമ്മളുടെ ഈ ഒരു ചേതക്കിൻ്റെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് A to Z ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകാം. ഈ ഒരു വീഡിയോയിൽ നമുക്ക് എന്തായാലും പ്രധാനമായിട്ട് പഴയ ക്ലാസിക് സ്കൂട്ടറുകൾ എങ്ങനെ നമുക്ക് ഇലക്ട്രിക് കൺവേർഷൻ ചെയ്യാൻ പറ്റും എന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് കുട്ടി വീഡിയോസ് ആയിട്ട് തന്നെ പോവാം. ഓരോരോ പാർട്സ് നിങ്ങൾക്ക് എങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യാം എന്നതാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതൊരു ഡയറക്ടർ പോലെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു ഡൗട്ട് വരുന്ന സമയത്ത് റെഫറൻസ് ആയിട്ട് എടുത്ത് നോക്കാനും പറ്റും. ആ ഒരു രീതിക്ക് നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തേക്കാം, പാർട്ട് 7 തൊട്ടാണ് എന്തായാലും നമ്മുടെ ഇലക്ട്രിക് കൺവേർഷൻ്റെ പ്രധാനമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പഴയ ക്ലാസിക് സ്കൂട്ടറുകളിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ ഹോണാണ് വരുന്നത്. ഇത് AC കറണ്ടിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോണിൽ തുടങ്ങാം. രണ്ടാമത്തായിട്ട് നമ്മളുടെ ഹെഡ് കാര്യങ്ങളെല്ലാം റെഡിയാക്കാനുണ്ട്. ലൈക്ക് നമ്മളുടെ ബ്രേക്ക് സ്വിച്ച് ചെയ്യാനുണ്ട്, അതുപോലെ ബ്രേക്ക് കേബിൾ ചെയ്യാനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം ഇലക്ട്രിക് സ്കൂട്ടറിന് പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് സ്വിച്ചുകൾ തന്നെയാണ്. കാരണം ബ്രേക്ക് സ്വിച്ചിലാണ് എഞ്ചിൻ്റെ കട്ട് ഓഫ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ വോൾട്ട് 46 വോൾട്ട്, 72 വോൾട്ട്, അങ്ങനെ പല വോൾട്ടിലാണ് ഇതിൻ്റെ മെയിൻ ബാറ്ററി ഇരിക്കുന്നത്. അതിൽ നിന്ന് 12 വോൾട്ടിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും, ആ കാര്യങ്ങൾ നമുക്ക് നോക്കണം. അങ്ങനെ ഇതിൻ്റെ A to Z ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ടു തുടങ്ങാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം. നമ്മളെ ചേതക്കിന് ഹോണ് ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ടാണ്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചേതക്ക് ഇലക്ട്രിക്കിനും അതുപോലെ തന്നെ മറ്റു ചില വാഹനങ്ങൾക്കൊക്കെ വന്നിട്ടുള്ള ഒരു AC to DC ഹോണാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഈസി ആയിട്ട് ആൾട്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 165 രൂപയാണ്. ഇത് കാലിക്കറ്റിലുള്ള ഒരാളാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. ആൾക്ക് ഒരു വിൻറ്റേജിൻ്റെ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. അതായത് സ്കൂട്ടറുകളുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഓൺലൈനാണ് പരിപാടി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങളൊന്ന് കയറി നോക്കുക. ഇതാണ് ചേതക്കിൻ്റെ ഒറിജിനൽ ഹോൺ വരുന്നത്. ഇത് സത്യത്തിൽ 12 വാൾട്ട് AC കറണ്ടാണ് ഈ ഹോൺ വരുന്നത്. അതായത് മാഗ്നറ്റിക് ഓയിലുള്ള ആ ഒരു രീതിക്കുള്ള വണ്ടിക്കൊക്കെ ശരിക്ക് 6 വാൾട്ട് AC, 12 വാൾട്ട് AC അങ്ങനെയാണ് വന്നുള്ളത്. ഇത് സത്യത്തിൽ എനിക്ക് അറിയായിരുന്നില്ല. ഇത് നമ്മളുടെ ചാനലിൽ ഒരു പയ്യൻ കമൻറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് സത്യത്തിൽ മനസ്സിലായത് ഇത് AC കറണ്ടാണെന്നുള്ളത്. അതുവരെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇത് DC ആണെന്നാണ്. അതിനുശേഷം ഞാൻ ആലോചിച്ചിരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ AC നെ DC ആക്കാൻ പറ്റും, അതുപോലെ DC നെ AC ആക്കാനും പറ്റും.
പക്ഷേ DC-നെ AC ആക്കിയിട്ട് നമ്മൾ ബൈക്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പണി കിട്ടും എന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച സമയത്ത് അറിയാൻ പറ്റിയത് ഇലക്ട്രിക് സ്കൂട്ടർ നമ്മൾ എന്തായാലും ബിൽഡ് ചെയ്യാണ്. ബൈ ചാൻസ് നമ്മളതിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഈ സാധനം ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ മറ്റൊരു ചിന്ത ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഇതേപോലെ തന്നെ ഫ്രണ്ടിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഹോൺ മറ്റെവിടേക്കെങ്കിലും കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതൊരു ബാക്കപ്പ് ഓപ്ഷനാക്കി വെച്ച് അടുത്തൊരു പണി ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഹോൺ വാങ്ങി. ഇത് സത്യത്തിൽ AC DC ഹോണാണ്. അതായത് AC-ലും വർക്ക് ചെയ്യും DC-ലും വർക്ക് ചെയ്യും. ഇത് ചേതക്ക് ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിനൊക്കെ വന്നിട്ടുള്ള ഹോണാണ്. അപ്പോൾ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. ഇതിൻ്റെ ഇവിടെ മലയാളത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഇത് കൊടുക്കുന്ന സമയത്ത് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ അടുത്ത് തന്നെ ഈ ചേതക്കിൻ്റെ നോസിൽ വരുന്ന ആ ഒരു പ്ലേറ്റ് ഉണ്ട്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഹോളുമായിട്ട് മാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ടർ കവർ ഈ ഔട്ടർ കവർ നമുക്ക് ഊരിയെടുത്ത് അത് തന്നെ മാറ്റി ഇത് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതെന്തായാലും ഡയറക്റ്റ് ഫിക്സ് ആവാൻ ചാൻസ് ഇല്ല. നമ്മൾ എന്തായാലും ഇതുമ്പോൾ കുറച്ച് കലാപരിപാടികൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഹോണിനെ നൈസായിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഇതൊന്ന് ഊരിയെടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ ഒരു പോർഷനിൽ വരുന്ന ഔട്ട്. അതായത് ഈ ഒരു അടിയത്തതിന് മുകളത്തിനും തമ്മിൽ യോജിപ്പിച്ച് നിർത്തുന്ന സംഭവം. അപ്പോൾ ഇത് മാറ്റിയിട്ടാണ് നമുക്കിതാ ഈ ഒരു ചേട്ടനെ വെക്കേണ്ടത്. ഇത് വെച്ചാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആവുള്ളൂ. ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവനെ കുറച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാൻ നമ്മളെ ഹോണ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആംഗിൾ ഗ്രൈൻഡറിനെ ഒരു വൈസിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്തിട്ടില്ല, എന്നാൽ പക്കയായിട്ട് നിൽക്കുകയും ചെയ്യും. ആ രീതിക്ക് നിർത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു സാൻഡിങ്ങിൻ്റെ ഒരു ഇതാണ് വെച്ചിട്ടുള്ളത്, വീലാണ് വെച്ചിട്ടുള്ളത്. ഗ്രൈൻഡിങ് വീല് വെച്ചിട്ടില്ല. ഗ്രൈൻഡിങ് വീല് വെച്ചാൽ ചിലപ്പോൾ നല്ല പണി കിട്ടും. അപ്പോൾ സാൻഡിങ് വീല് മാത്രമേ ഉള്ളൂ. എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഹോണ് പോയി കിട്ടും, ചിലപ്പോൾ സക്സസ് ആവും. അപ്പോൾ ഇതിനാദ്യം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതായത് ഇതിൻ്റെ ചുറ്റോറും നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ചുറ്റോറും ഗ്രൈൻഡ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കയറി നിൽക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം ഉണ്ടോ, മുകൾ ഭാഗം മാത്രം തട്ടി നിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഡേഞ്ചർ പരിപാടിയാണ്. നിങ്ങളെ റിസ്കിൽ മാത്രം ചെയ്യുക. അങ്ങനെ നമ്മൾ ഹോണ് പക്കയായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ക ഗ്രൈൻഡിങ് എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും കുഴപ്പമില്ലാത്ത രീതിക്ക് എല്ലാ സ്ഥലവും ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് എല്ലാ സ്ഥലവും ഈക്വലായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിന് നേരത്തെ അലൈൻമെൻറ്റ് ചെയ്യാൻ ഇട്ടിട്ടുള്ള ആ ഒരു സ്ക്രൂ അങ്ങ് ഊരി മാറ്റാം. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം സക്സസ് ആണ് എന്നത് എനിക്കറിയില്ല. കാരണം ഇത് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്താൽ ചിലപ്പോൾ ഹോൺ അടിച്ച് പോകുമെന്ന് പോലും എനിക്കറിയില്ല. ഓക്കെ, നമ്മളുടെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സാധനം പക്ക ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും അടുത്ത ഇതൊന്ന് അടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതിൽ വെച്ച് നോക്കലാണ്. അപ്പോൾ സാധനം പക്ക പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ AC to DC ഹോണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഇത് AC DC ഹോണാണ്. അപ്പോൾ നമ്മൾ അതിനെ ആൾട്ടർ ചെയ്തതാണ്, പക്കയായിട്ട് ഹോണാക്കിയിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ ഹോണിൻ്റെ ഉള്ളിലുള്ള എഴുത്ത് കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ആകെ ഈ 2 നെട്ട് മാത്രം എടുത്ത് കുടുക്കിയിട്ടുള്ളത് കണ്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ളത്.